Hallelujah. 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 നമുക്കൊരിക്കൽ കൂടെ നമ്മൾ തന്നെ സമർപ്പിക്കാം. സിയോൻ സഞ്ചാരി ഭയപ്പെടേണ്ട, യാഗനദിയിൽ നമ്മുടെ കൂടെ ഉണ്ട് എന്ന പാട്ടാണ് നമ്മൾ പാടിക്കേണ്ടത്. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെ ഉണ്ട് എന്ന് 366 പ്രാവശ്യം വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതായിട്ട് പിതാക്കന്മാർ പറഞ്ഞവളെ മനസ്സിലാക്കി തന്നിട്ടുണ്ട്. പക്ഷെ എങ്കിലും നമുക്ക് പലപ്പോഴും ഭയവും ഭീതിയൊക്കെ നമ്മളെ പിടികൂടുന്നുണ്ട്. എല്ലാ ഭയങ്ങളും നീങ്ങിപ്പോകാൻ വേണ്ടി ഒരിക്കൽ കൂടെ നമ്മളെ പൂർണ്ണമായി സമർപ്പിക്കാം. നമ്മുടെ ബോധമനസ്സ്, സുബോധ മനസ്സ്, അവബോധ മനസ്സ്, ഇത് നമ്മളെ പൂർണ്ണമായി ദൈവമേ നിന്റെ തിരക്കിത്താൽ ഞങ്ങളെ കഴുകണമേ, വിശുദ്ധീകരിക്കണമെന്ന് പ്രാർത്ഥിക്കും. ചിന്തകളെ കഴുകണമെന്ന് പ്രാർത്ഥിക്കും. ഭയപ്പെടുത്തുന്ന എല്ലാ മേഖലകളും യേശുവേ നിന്റെ തിരക്കിത്താൽ കഴുകി വിശുദ്ധീകരിക്കണമെന്ന് പ്രാർത്ഥിക്കും. കാൽവരിയിൽ ഞങ്ങൾക്കായി ചിന്തിയ രക്തത്താൽ ഞങ്ങളെ വിടുവിക്കണമേ എന്ന് പ്രാർത്ഥിക്കും. ഇവിടുത്തെ രക്തം ഞങ്ങൾക്ക് ബലവും കോട്ടയുമാണല്ലോ. അവിടുത്തെ ഇതിലേക്ക് ഞങ്ങളുടെ സകല പാപവും പോക്കി ശുദ്ധീകരിക്കുന്ന പരിശുദ്ധ രക്തമാണല്ലോ. അവിടുത്തെ ശരീരരക്തവും ഞങ്ങൾ നിരന്തരം ഭക്ഷിക്കുന്നവരാണല്ലോ. കർത്താവേ, എല്ലാ തിന്മകളും ഞങ്ങളെ പൂർണ്ണമായി മോചിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ കൃപാവരങ്ങളും നിറഞ്ഞ് നിന്റെ മക്കളായി ഭൂമിയിൽ ജീവിക്കുവാൻ, എല്ലാവർക്കും നല്ലൊരു സാക്ഷ്യമുള്ള ജീവിതം നയിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവേ, അവിടുത്തെ വലിയ സ്നേഹം അനുഭവിച്ച് എല്ലാവരെയും സ്നേഹിച്ച് മുന്നോട്ട് പോകുവാൻ കൂടെ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെയും അവിടുത്തെ വേലക്കാരായി തെരഞ്ഞെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കൃപകളും വരങ്ങളും നിറഞ്ഞ് നല്ലൊരു പ്രേക്ഷിതരായി തീരുവാൻ ശക്തി നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. വചനം കേൾക്കുക മാത്രം ചെയ്യുന്ന ആത്മവഞ്ചകരാകാതെ വചനം അനുഷ്ഠിക്കുന്നവരായി തീരുവാൻ കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധമേ ദൈവമാതാവേ, സകല വിശുദ്ധന്മാരും ശുദ്ധിമതികളെ പ്രാർത്ഥിക്കണമേ. സകല നന്മകളും സകല കൃപകളും അനുഗ്രഹങ്ങളും ഞങ്ങൾക്കും ഞങ്ങളുടെ സഭയിലും ഞങ്ങളുടെ കുടുംബങ്ങളിലും സമൂഹത്തിലും നിറയുവാൻ തക്കോളം പ്രാർത്ഥിക്കണമേ. ഞങ്ങളുടെ ബലഹീന പ്രാർത്ഥന ഞങ്ങളുടെ രക്ഷകനാഥനുമായ യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധ നാമത്തിൽ പിതാവേ തിരുവമ്പാല സമർപ്പിക്കുന്നു. ആ പുത്രനായ യേശു ക്രിസ്തുവിന്റെ നാമം മഹത്വപ്പെടേണ്ടതിന് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇന്ന് നമ്മൾ അല്പസമയം ചിന്തിക്കുവാനായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം പുറപ്പാട് പുസ്തകത്തിൽ നിന്നാണ്. പുറപ്പാട് പുസ്തകം 16-ാം അധ്യായം 17 മുതൽ 27 വരെ വായിക്കാം. ഞാൻ വായിക്കാം, പ്രാർത്ഥനയോടെ ശ്രദ്ധിച്ചിരിക്കുക. പുറപ്പാട് പുസ്തകം 16-ാം അധ്യായം 17 മുതൽ 27 വരെ തിരുവരുന്നു. ഇസ്രായേൽക്കാർ അപ്രകാരം ചെയ്തു. ചിലർ കൂടുതലും ചിലർ കുറവും ശേഖരിച്ചു. പിന്നീട് ഓബർ കൊണ്ട് അളന്നു നോക്കിയപ്പോൾ കൂടുതൽ ശേഖരിച്ചവർക്ക് കൂടുതലോ കുറവ് ശേഖരിച്ചവർക്ക് കുറവോ ഉണ്ടായിരുന്നില്ല. ഓരോരുത്തരും ശേഖരിച്ചത് അവന് ഭക്ഷിക്കാൻ മാത്രമുണ്ടായിരുന്നു. മോശ അവരോട് പറഞ്ഞു, ആരും അതിൽ നിന്ന് അല്പം പോലും പ്രഭാതത്തിലേക്ക് നീക്കിവെക്കരുത്.
എന്നാൽ അവർ മോശയെ അനുസരിച്ചില്ല. ചിലർ അതിൽ നിന്നും ഒരു ഭാഗം പ്രഭാതത്തിലേക്ക് നീക്കിവെച്ചു. അത് പുഴുത്തു മോശമാണ്. മോശ അവരോട് കോപിച്ചു. പ്രഭാതം തോറും ഓരോരുത്തരും തങ്ങൾക്ക് ഭക്ഷിക്കാവുന്നിടത്തോളം ശേഖരിച്ചു കൊണ്ടിരുന്നു. ബാക്കിയുള്ളത് സൂര്യൻ ഉദിച്ചു വരുമ്പോൾ ഉരുകിപ്പോയിരുന്നു. 6-ാം ദിവസം ഒരാൾക്ക് 2 ഓമർ വീതം ഇരട്ടിയായി അപ്പം അവർ ശേഖരിച്ചു. സമൂഹ നേതാക്കൾ വന്ന് വിവരം മോശയെ അറിയിച്ചു. അപ്പോൾ അവൻ അവരോട് പറഞ്ഞു, കർത്താവിന്റെ കൽപ്പന ഇതാണ്, നാളെ പരിപൂർണ വിശ്രമത്തിന്റെ ദിവസമാണ്, കർത്താവിന്റെ വിശുദ്ധമായ സാബത്ത് ദിനം. വേണ്ടത്ര അപ്പം ഇന്ന് ചുട്ടെടുക്കുവിൻ, വേവിക്കേണ്ടത് വേവിക്കുകയും ചെയ്യുവിൻ, ബാക്കി വരുന്നത് അടുത്ത പ്രഭാതത്തിലേക്ക് സൂക്ഷിക്കുവിൻ. മോശ കൽപ്പിച്ചതുപോലെ മിച്ചം വന്നത് അവർ പ്രഭാതത്തിലേക്ക് മാറ്റിവെച്ചു. അത് ചീത്തയായി പോയില്ല, അതിൽ പുഴുക്കൾ ഉണ്ടായതുമില്ല. മോശ പറഞ്ഞു, ഇന്ന് കർത്താവിന്റെ വിശ്രമ ദിനമാകിയാൽ നിങ്ങൾ അത് ഭക്ഷിച്ചുകൊള്ളുകയും പാളയത്തിന് വെളിയിൽ നിന്ന് അപ്പം കാണുകയില്ല. 6 ദിവസം നിങ്ങൾ അത് ശേഖരിക്കണം. 7-ാം ദിവസം സാബത്താകയാൽ അത് ഉണ്ടായിരിക്കുകയില്ല. 7-ാം ദിവസം ജനങ്ങളിൽ ചിലർ അപ്പം ശേഖരിക്കാനായി പുറത്തിറങ്ങി, എന്നാൽ ഒന്നും കണ്ടില്ല. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. പാർക്കുന്നു. ഹല്ലേലൂയ. ഒരിക്കൽ കൂടെ ഈ തിരുവചനത്തെ സമർപ്പിച്ച് ഒരു വാക്ക് വീണ്ടും പ്രാർത്ഥിക്കാം. ഇത്തരം വാക്കുള്ളവനുമായ ഞങ്ങളുടെ പിതാവേ, ഈ തിരുവചനത്തിലൂടെ ഞങ്ങൾക്ക് ആവശ്യമായ സന്ദേശം നൽകി ഞങ്ങളുടെ ജീവിതത്തെ അങ്ങോട്ട് ഒരിക്കൽ കൂടെ അടുപ്പിച്ചു നിർത്തുവാൻ, ചേർത്ത് വെക്കുവാൻ, അവിടുത്തെ തിരുവചനങ്ങളെ പ്രമാണിച്ച് അവിടുത്തെ സ്വഭാവത്തിന് അനുരൂപരായി നിൽക്കുവാൻ കൃപ നൽകണമേ. ബലഹീനനായ അടിയനെ താഴ്ത്തി സമർപ്പിക്കുന്നു. വചനത്തിന്റെ സന്ദേശം പങ്കുവെക്കുമ്പോൾ ആത്മനിറവിലായിരിക്കുവാൻ, കൃപാവത്തിലായിരിക്കുവാൻ അദ്ദേഹത്തെ നിയന്ത്രിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. മാനുഷികമായ യാതൊരു ചിന്തയും വരാതെ ദൈവിക ചിന്തകൾ കൊണ്ട് നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പരിസരത്തെ വിശുദ്ധീകരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ യൂട്യൂബ് ചാനലിലൂടെ ഈ സന്ദേശം കേൾക്കുന്ന മക്കളെ, അവരുടെ കുടുംബത്തെയും ഇത് ഷെയർ ചെയ്യുന്നവരെയൊക്കെ ഓർക്കാൻ പ്രാർത്ഥിക്കുന്നു. ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും ഓർക്കും. ഒരിക്കൽ കൂടെ ഈ വചനത്തെ വിശുദ്ധീകരിച്ച് വാഴ്ത്തി നിങ്ങൾക്ക് വിളപ്പിൽ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ പരിശുദ്ധ നാമത്തിൽ തന്നെ ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മൾ വായിച്ചു കേട്ട 27-ാമത്തെ വാക്യം. എന്നാൽ 7-ാം ദിവസമോ ജനത്തിൽ ചിലർ പെറുക്കുവാൻ പോയെങ്കിലും കാണപ്പെട്ടില്ല. ഹല്ലേലൂയ. 7-ാം ദിവസം ചിലർ പെറുക്കുവാൻ പോയി, അവിടെ അത് കാണപ്പെട്ടില്ല. സംഭവം എന്താണെന്ന് നിങ്ങൾക്ക് അറിയില്ലേ? ഇസ്രായേലിന് ദൈവം മന്ന ഭക്ഷിക്കാൻ കൊടുത്ത ഭാഗമാണ്. പുറപ്പാട് പുസ്തകം 16-ാം അധ്യായം 1 മുതൽ വാക്യങ്ങൾ വായിച്ചാലാണ്, എൻ്റെ അവസാനം വരെ വായിച്ചാലാണ് എൻ്റെ പൂർണ്ണരൂപം നമുക്ക് കിട്ടുന്നത്. ഈ അപ്പത്തിന്റെ പ്രത്യേകത, സങ്കീർത്തനക്കാരൻ പറയുന്നത് സ്വർഗത്തിലെ അപ്പമായിരുന്നു എന്നാണ്. സങ്കീർത്തന പുസ്തകം 78-ാം അധ്യായം 23 മുതൽ 37 വരെ വാക്യങ്ങൾ വായിക്കുമ്പോൾ, സങ്കീർത്തനം 78-ാമത്തെ അധ്യായം 23 മുതൽ 37 വരെ വാക്യങ്ങൾ വായിക്കുമ്പോൾ സങ്കീർത്തനക്കാരൻ പറയുന്നത് ഇത് സ്വർഗത്തിലെ അപ്പമാണ് എന്നാണ്. ഞാൻ തന്നെ വായിക്കാം. 23 മുതൽ 37 വരെ വാക്യം. എങ്കിലും അവിടുന്ന് ആകാശത്തോട് ആജ്ഞാപിച്ചു, വാനിടത്തിന്റെ വാതിലുകൾ തുറന്നു,
അവർക്ക് ഭക്ഷിക്കാൻ അവിടുന്ന് മന്ന വർഷിച്ചു, സ്വർഗീയ ധാന്യം അവർക്ക് നൽകി. മനുഷ്യൻ ദൈവദൂതന്മാരുടെ അപ്പം ഭക്ഷിച്ചു, അവിടുന്ന് ഭക്ഷണം സമൃദ്ധമായി അയച്ചു. അവിടുന്ന് ആകാശത്തിൽ കിഴക്കൻ കാറ്റടിപ്പിച്ചു, അവിടുത്തെ ശക്തിയാൽ അവിടുന്ന് തെക്കൻ കാറ്റിനെ തുറന്നുവിട്ടു. അവിടുന്ന് അവരുടെ മേൽ പൊടി പോലെ മാംസത്തെയും കടൽ തീരത്തെ മണത്തിരി പോലെയും പക്ഷികളെയും വർഷിച്ചു. അവിടുന്ന് അവരുടെ പാളയങ്ങളുടെ നടുവിലും പാർപ്പിടങ്ങൾക്ക് ചുറ്റും അവയെ പൊഴിച്ചു. അവർ ഭക്ഷിച്ച് തൃപ്തരായി. അവർ കൊതിച്ചത് അവർക്ക് അവിടുന്ന് നൽകി. എന്നാൽ അവരുടെ കൊതിക്കു മതി വരും മുമ്പ് തന്നെ ഭക്ഷണം വായുതിരിക്കുമ്പോൾ തന്നെ ദൈവത്തിന്റെ കോപം അവർക്കെതിരെ ഉയർന്നു. അവിടുന്ന് അവരിൽ ഏറ്റവും ശക്തരായവരെ വധിച്ചു, ഇസ്രായേലിലെ യോദ്ധാക്കളെ സംഹരിച്ചു. എന്നിട്ടും അവർ പാപം ചെയ്തു. ഭാഗങ്ങളൊക്കെയാണ് അങ്ങനെ നമ്മൾ 37 വരെ വായിച്ചു പോകുമ്പോൾ മനസ്സിലാകണം. 36-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നുണ്ട്: എങ്കിലും അവരുടെ സ്തുതി കപടമായിരുന്നു, അവരുടെ നാവിൽ നിന്ന് വന്നത് നുണയായിരുന്നു. അവരുടെ ഹൃദയം അവിടത്തോട് ചേർന്ന് നിന്നില്ല, അവിടുത്തെ ഉടമ്പടിയോട് വിശ്വസ്ത പുലർത്തി. വീണ്ടും മഹാകാലത്തിന്റെ പുസ്തകം 16-ാം അധ്യായത്തിന്റെ 20-21 വാക്യങ്ങൾ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്: അങ്ങയുടെ ജനത്തിന് ദൈവദൂതന്മാരുടെ അപ്പം അങ്ങ് നൽകി, അവരുടെ അധ്വാനം കൂടാതെ തന്നെ ഓരോരുത്തർക്കും ആസ്വാദ്യമായ വിധം പാകപ്പെടുത്തിയ ഭക്ഷണം സ്വർഗത്തിൽ നിന്ന് അവർക്ക് അങ്ങ് നൽകി. അങ്ങ് നൽകിയ വിഭവങ്ങൾ അങ്ങയുടെ മക്കളുടെ നേരെ അങ്ങേക്കുള്ള വാത്സല്യം പ്രകടമാക്കി. ഭക്ഷിക്കുന്നവന്റെ രുചിക്കൊത്ത് അത് രൂപാന്തരപ്പെട്ടു. ഹല്ലേലൂയ. പഴയ നിയമത്തിലെ 3 ഭാഗങ്ങളാണ് ഇസ്രായേൽ ജനം മന്ന ഭക്ഷ്യത്തിനെ കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അങ്ങ് നൽകിയ വിഭവങ്ങൾ അങ്ങയുടെ മക്കളുടെ നേരെ അങ്ങേക്കുള്ള വാത്സല്യം പ്രകടമാക്കിയത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതവും ഇതുമൊക്കെ ആയിട്ടൊന്ന് പരിശോധിക്കുന്നുണ്ട്. കഴിഞ്ഞ ബുധനാഴ്ചത്തെ യോഗത്തിൽ നമ്മൾ ഇങ്ങനെ ചിന്തിച്ചു. നമ്മൾ മറന്നുപോയി കാണില്ലെങ്കിൽ എന്ത് തിന്നും, എന്ത് കുടിക്കും, എന്ത് ധരിക്കുമെന്നൊന്നും ഭാരപ്പെടേണ്ട, ആകുലപ്പെടേണ്ട. സ്വർഗസ്ഥനായ പിതാവ് കൃത്യസമയത്തത് ഈ ഒരാഴ്ച അതിനുശേഷം ആകുലതയൊക്കെ ഉണ്ടായോ? എന്ത് തിന്നും, എന്ത് കുടിക്കും, എന്ത് ആകുലത തന്നെ. എത്രയോ നാളത്തേക്ക് വീട്ടിലിരിക്കും, ശരിയല്ലേ? എത്രയോ നാളത്തേക്ക് വീട്ടില് കൊറോണ കാലത്ത് പോലും അങ്ങനൊരു പ്രശ്നം ഉണ്ടായില്ല എന്ന് വേണമെങ്കിൽ പറയാം, അല്ലേ? ശരിയല്ലേ? എന്നാൽ അങ്ങനെ എന്ത് തിന്നും, എന്ത് കുടിക്കും, എന്ത് ഉടുക്കുന്നൊക്കെ ആകുലപ്പെടുന്ന ഒരുപാട് പാവങ്ങൾ ഈ ലോകത്ത് ജീവിച്ചിട്ടുണ്ട്. നമ്മുടെ കേരളത്തിൽ തന്നെയുണ്ട്. നമ്മൾക്കൊക്കെ സമൃദ്ധി ഉണ്ടെന്നുള്ളതല്ലാതെ ഒത്തിരി ആളുകൾ ഭാരപ്പെടുന്നുണ്ട്, ഒത്തിരി ആളുകൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. ദാരിദ്ര്യം മാറിയെന്ന് സർക്കാർ പറഞ്ഞിട്ടില്ല, അതിദാരിദ്ര്യം മാറിയെന്നേ പറഞ്ഞിട്ടുള്ളൂ. ദാരിദ്ര്യം മാറിയെന്ന് പറഞ്ഞിട്ടില്ല, അതിദാരിദ്ര്യം മാറിയെന്നേ പറഞ്ഞിട്ടുള്ളൂ. എന്ന് പറഞ്ഞാൽ അപ്പോഴും എനിക്ക് തോന്നുന്നത് ഈ വഴിയിലൂടെയൊക്കെ ഭിക്ഷയാചിച്ച് നടക്കുന്ന ഭിക്ഷാടകരോ മാനസിക രോഗികളോ അവരുടെ കണക്കൊക്കെ അതിൽപ്പെട്ടിട്ടോ എന്ന് എനിക്കറിയില്ല. വോട്ടുള്ളവരും റേഷൻ കാർഡുള്ളവരുടെ പേര് മാത്രമേ വന്നിട്ടുണ്ടാകുകയുള്ളൂ. അതാണല്ലോ സർക്കാരിന്റെ കയ്യിലുള്ള കണക്കുള്ളൂ. അപ്പൊ പ്രിയമുള്ളവര്, പുറപ്പാട് പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ ഇസ്രായേൽ ജനം ദൈവം കൽപ്പിച്ച സ്ഥലത്തേക്കുള്ള യാത്രയാണ്. അങ്ങനെ ഒരു യാത്രയ്ക്ക് കാരണം എന്താണ് അറിയോ? അങ്ങനെ ഒരു യാത്രയ്ക്കുള്ള കാരണം തങ്ങൾക്ക് ആഹാരം ഇനി കിട്ടാനില്ല എന്ന തിരിച്ചറിവിൽ
യാക്കോബിന്റെ മക്കളോട് പിതാവായ യാക്കോബ് പറയാണ്, ഈജിപ്തിലേക്ക് പോവുക, അവിടെ ധാരാളം ആഹാരമുണ്ട്, ആഹാരം അവിടെ കൊടുക്കുന്നുണ്ട്, പോയി ആഹാരം വാങ്ങുക. അങ്ങനെ ആഹാരം വാങ്ങാൻ പോയവർക്ക് സമ്പൽ സമൃദ്ധി ഉണ്ടായി. വായിച്ചിട്ടില്ലേ ഭാഗമൊക്കെ? കേട്ടിട്ടുണ്ടാവൂലേ? അങ്ങനെ ആഹാരം വാങ്ങാൻ പോയവർക്ക് സമ്പൽ സമൃദ്ധി, ആ നാട്ടിൽ തന്നെ വസിക്കുവാനുള്ള അവകാശവും അധികാരവും കിട്ടി. നമ്മുടെ പിള്ളേരൊക്കെ പുറം രാജ്യങ്ങളിലേക്ക് പോയിട്ട് സമ്പൽ സമൃദ്ധമായിട്ട് മാതാപിതാക്കന്മാർ നിങ്ങൾ അവിടെ ഒറ്റയ്ക്കാണെങ്കിൽ ഇങ്ങോട്ട് പോരെ എന്ന് പറയുന്ന രീതി. മക്കളെ പുറത്തു പോയിട്ടുള്ളവരോടൊക്കെ ചോദിച്ചാൽ അവർ പറയും, നിങ്ങൾ അത് തമാശ പറയണതാണോ ഇനി വെറുതെ പറയണമെന്ന് അറിയില്ല, പറയുമ്പോൾ പറയും ഇവിടെ വന്ന് താമസിച്ചോ ഒരു പ്രശ്നവും ഇല്ല എന്ന് പറയും. നമ്മളാണെങ്കിൽ പറയും 1-2 മാസത്തേക്ക് വരുന്നുള്ളൂ, അതിനുള്ള സംഭവമൊക്കെ ഒരുക്കി തന്നാൽ കൊണ്ടുപോകാതിരിക്കരുതെന്ന് പറയും. ചിലര് മക്കൾക്ക്, കുഞ്ഞുമക്കളൊക്കെ ആണെങ്കിൽ കുട്ടികളെ നോക്കാനൊക്കെ ആയിട്ട് പോകും. അവിടെ ചെന്ന് നമ്മളിങ്ങനെ ഇവിടുന്ന് പ്ലെയിനിലൊക്കെ പോയി അവിടുന്ന് പ്ലെയിനിലൊക്കെ വന്നിങ്ങനെ മാസാമാസം പോയി വന്നവരൊക്കെ ഉണ്ട്. 2 മാസമൊക്കെ വന്നിട്ട് പോയി വരുന്നവരൊക്കെ ഉണ്ട് മാതാപിതാക്കൾ. അത്യാവശ്യമാകുമ്പോൾ ഓടിപ്പോണവരുണ്ട്. അത്യാവശ്യം വന്നു പെട്ടെന്ന് പോയി, കഴിഞ്ഞ മാസം കണ്ടില്ല എന്ന് പറയുമ്പോൾ കഴിഞ്ഞ മാസം ഇപ്പൊ മോൻ്റെ അടുത്ത് പോയേക്കായിരുന്നു എന്ന് പറയുന്ന രീതികളൊക്കെ. അപ്പൊ എന്തായാലും നാട് വിട്ട് ഒരു സ്ഥലത്ത് ദാരിദ്ര്യമുണ്ടെന്നറിയുമ്പോൾ മറ്റൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ വലിയ ദൈവകൃപയില് അനുഗ്രഹിക്കപ്പെടുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിന് ക്രിസ്ത്യാനികൾ പറയുന്ന ഒരു ബലം പ്രാർത്ഥനയാണെന്ന് പറയും. പ്രത്യേകിച്ച് പ്രാർത്ഥിക്കാൻ നടക്കുന്ന ക്രൈസ്തവർ പറഞ്ഞു, എല്ലാ സഭാവിശ്വാസികൾപ്പെട്ടവരും പറയുന്ന, എൻ്റെ അടുത്ത് തന്നെ പലരും പ്രാർത്ഥിക്കാൻ എഴുതി തന്നിട്ടുണ്ട്. പിള്ളേരെ പുറത്തേക്ക് പോകുന്നു, പഠിക്കാൻ പോകുന്നു, നല്ല പഠനം കിട്ടി, ജോലി, പിന്നെ പഠിത്തം കഴിഞ്ഞു, ആഗ്രഹിച്ച ജോലി വന്നിട്ടില്ല. അപ്പൊ പല രീതിയിൽ വീണ്ടും വീണ്ടും ഈ സമ്പൽ സമൃദ്ധിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അപ്പൊ പ്രാർത്ഥിക്കുന്നതിന്റെ ബലമാണ്. അപ്പോൾ ഒരിക്കൽ ഇവർക്ക് ആഹാരമില്ലാതിരുന്നപ്പോൾ യാക്കോബിന്റെ മക്കളും യാക്കോബും കൂടി ഈജിപ്തിലേക്ക് പോയി. അപ്പൊ അവിടെ ചെല്ലുമ്പോൾ മുൻപ് ഇവര് അടിമയായി വിറ്റ, അടിമക്കാർക്ക് വിറ്റ, വിധിയാന്റെ കച്ചവടക്കാർക്ക് വിറ്റ ഇവരുടെ സഹോദരൻ യോസേഫ് അവരോട് പറയുന്നുണ്ട്, നിങ്ങൾക്ക് മുമ്പേ ദൈവം എന്നെ ഇവിടേക്ക് അയച്ചതാണ്. എന്തിനു വേണ്ടി? നിങ്ങളുടെ പട്ടിണി മാറ്റാൻ. നിങ്ങളുടെ പട്ടിണി മാറ്റാൻ നിങ്ങൾക്ക് മുമ്പേ ദൈവം എന്നെ അയച്ചതാണ്. നമ്മൾ പറയാറുണ്ട് അങ്ങനെയൊക്കെ. ഇന്ന് ആള് ഉണ്ടായതിനു ശേഷം, അല്ലെങ്കിൽ ഇന്ന കൊച്ചുണ്ടായതിനു ശേഷം, അല്ലെങ്കിൽ എൻ്റെ ഭാര്യ വന്നതിന് ശേഷം, അല്ലെങ്കിൽ എൻ്റെ വിവാഹം കഴിഞ്ഞതിന് ശേഷം പട്ടിണി എന്താന്ന് ഇന്നവരെ ഞാൻ അറിഞ്ഞിട്ടില്ല. ദൈവം അറിഞ്ഞാണ് എന്നെ അങ്ങോട്ട് ആക്കിയത്. പക്ഷെ ഇവര് അവിടെ ചെന്ന് സമ്പൽ സമൃദ്ധമായി കഴിഞ്ഞപ്പോൾ ഇവർക്ക് എന്ത് സംഭവിച്ചു? കുറെ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഇവരെല്ലാം അവിടെ ആരായി മാറി? അടിമകളായി മാറി. പിന്നെയും ദാരിദ്ര്യവും പട്ടിണിയും ദുരിതവും വന്ന് നിലവിളി അങ്ങ് തുടങ്ങി. അവര് നിലവിളിച്ച് ദൈവം അവരുടെ നിലവിളി കേട്ടു. അത് പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം വായിക്കുമ്പോഴാണ് മനസ്സിലാകും. നിലവിളി കേട്ടു, ദൈവം അവരെ തിരിച്ചു കൊണ്ടുവരിക. അന്നേരം അവരോട് പറഞ്ഞു, നിങ്ങൾ ഒരു നല്ല സ്ഥലത്തേക്ക് പോവുകയാണ്, പാലും തേനും ഒഴുകുന്നു എന്ന് പറഞ്ഞാൽ സമ്പൽ സമൃദ്ധമായ ഒരു സ്ഥലത്തേക്ക് നിങ്ങളെ ഞാൻ കൊണ്ടുപോവുകയാണ്.
കനാൻ ദേശത്തേക്ക് നിങ്ങൾ പോവുകയാണ്. ആ യാത്ര അവർക്ക് 40 വർഷം ഉണ്ടായിരുന്നു എന്നാണ് ബൈബിൾ പറയുന്നത്. 40 വർഷം. 40 വർഷം അവർക്ക് ദൈവം സ്വർഗത്തിൽ നിന്ന് മന്ന കൊടുത്തു. കനാൻ ദേശത്ത് കയറി അവർ ജോലി ചെയ്തു തുടങ്ങിയപ്പോൾ മന്ന നിന്നു. അവർ അധ്വാനിച്ച് ഭക്ഷിച്ചു എന്നാണ് ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ചിന്താ വിഷയം, ഇത് പ്രാരംഭമായി പറഞ്ഞതുള്ളൂ. ചിന്താ വിഷയം ഇതാണ്: അവർ 7-ാം ദിവസവും പെറുക്കുവാനായി പോയി, പക്ഷെ അവിടെ കണ്ടില്ല. 7-ാം ദിവസവും അവർ പെറുക്കുവാൻ പോയി, പക്ഷെ ഒന്നും കാണത്തില്ല. പ്രിയമുള്ളവരെ, ഈ പുറപ്പാട് പുസ്തകം 16-ാം അധ്യായം 1 മുതൽ തിരുവചനങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ഇവര് ദൈവത്തിന്റെ നടത്തിപ്പൊന്നും അല്ല അറിയാം. ദൈവം ഇവരോട് ചെയ്തിട്ടുള്ള അനുഗ്രഹങ്ങളുടെ നാൾവഴികളൊന്നും അല്ല അവർ ചിന്തിക്കുന്നത്. ഇവരുടെ പൂർവികരെങ്ങനെ അടിമത്തത്തിലായി പോയതിന്റെ കാരണമൊന്നുമല്ല അവർ ചിന്തിക്കുന്നത്. അവർക്കൊരു സമ്പൽ സമൃദ്ധമായ കാലമുണ്ടായിരുന്നു എന്നുള്ളതല്ല അവർ ചിന്തിക്കുന്നത്. അവരുടെ പൂർവികർ പാപം ചെയ്തിട്ടാണ് അവർ അടിമകളായി തീർന്നതല്ല ചിന്തിക്കുന്നത്. അവരുടെ സഹോദരനിൽ ഒരാള് വിറ്റ് കളഞ്ഞിട്ടും നുണ പറഞ്ഞിട്ടും ദൈവം അതെല്ലാം അവരോട് ക്ഷമിച്ച് അവർക്ക് അനുഗ്രഹത്തിന്റെയും സമൃദ്ധിയുടെയും കാലങ്ങൾ നൽകി എന്നല്ല അവർ ചിന്തിക്കുന്നത്. അവർ ചിന്തിക്കുന്നത് എന്താണ്? മരുഭൂമിയിൽ വെച്ച് 16-ാം അധ്യായം 2-ാമത്തെ വാക്യം, മരുഭൂമിയിൽ വെച്ച് ഇസ്രായേൽ സമൂഹം ഒന്നടങ്കം മോശയ്ക്കും അഹരോനും എതിരായി പിറുപിറുത്തു. ഇസ്രായേൽക്കാർ അവരോട് പറഞ്ഞു, ഈജിപ്തിൽ ഇറച്ചിപ്പാത്രത്തിൽ നിന്ന് അടിച്ചിരുന്ന് തൃപ്തിയാവോളം അപ്പം നിന്നുകൊണ്ടിരുന്നപ്പോൾ കർത്താവിന്റെ കരത്താൽ കൊല്ലപ്പെട്ടിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു. എന്നാൽ സമൂഹം മുഴുവനെയും പട്ടിണിയിട്ട് കൊല്ലാനായി ഞങ്ങളെ ഈ മരുഭൂമിയിലേക്ക് നിങ്ങൾ കൊണ്ടുവന്നിരുന്നു. ഹല്ലേലൂയ. ഇവരെ ചെങ്കടൽ കടന്ന് അതിന്റെ സന്തോഷത്തിൽ മോശയും അഹരോനും മിര്യാമും 15-ാം അധ്യായത്തിൽ ചെങ്കടൽ കടക്കുന്നു. 14-ാം അധ്യായത്തിൽ 15-ാം അധ്യായത്തിൽ അവർ തപ്പെടുത്ത് പാട്ടുപാടുന്നു. കർത്താവ് ശക്തനും വലിയവനുമാണെന്ന് പറയുന്നു. 16-ാമത്തെ അധ്യായത്തിൽ ഇവരെ നടത്തുന്ന നേതാക്കന്മാർക്കും ദൈവത്തിനെതിരെ എന്ത് ചെയ്യുന്നു? രണ്ടു മൂന്ന് കാര്യങ്ങൾ നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നമുക്ക് ചിന്തിക്കാനുണ്ട്, ധ്യാനിക്കാനുണ്ട്. ഒന്ന്, നമ്മുടെ ജീവിതത്തിൽ ദൈവം നടത്തിയ വഴികളെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുകയാണോ, അത് ഇനി ലഭിക്കേണ്ട അനുഗ്രഹങ്ങളെ ഓർത്ത് നന്ദി പറയുകയാണോ, അതെയോ ഇന്നവരെയും വേണ്ടവണ്ണം ലഭിച്ചിട്ടില്ല എന്നുള്ളതിന്റെ ദാരിദ്ര്യത്തിൽ പിറുപിറുക്കുകയാണ്. അത് നമ്മൾ പരിശോധിച്ച് വേണം മുന്നോട്ട് പോകാൻ. കാരണം എന്താന്ന് ചോദിച്ചാൽ 4-ാമത്തെ വാക്യം, പുറപ്പാട് പുസ്തകം 16-ാം അധ്യായത്തിന് 4-ാമത്തെ വാക്യം പറയുന്നു, കർത്താവ് മോശയോട് പറഞ്ഞു, ഞാൻ നിങ്ങൾക്കായി ആകാശത്തിൽ നിന്ന് അപ്പം വർഷിക്കും, ജനങ്ങൾ പുറത്തിറങ്ങി ഓരോ ദിവസത്തേക്കും ആവശ്യമുള്ളത് ശേഖരിക്കട്ടെ. അങ്ങനെ അവർ എന്റെ നിയമമനുസരിച്ച് നടക്കുമോ ഇല്ലയോ എന്ന് ഞാൻ പരീക്ഷിക്കും. എന്റെ നിയമമനുസരിച്ച് നടക്കുമോ ഇല്ലയോ എന്ന് ഞാൻ പരീക്ഷിക്കും.
അപ്പൊ പരീക്ഷണം എങ്ങനെയാ പരീക്ഷണം? ഓരോ ദിവസത്തേക്കുള്ള മന്ന പെറുക്കണം. 6-ാം ദിവസം 7-ാം ദിവസത്തേക്ക് കൂടി പെറുക്കണം. 7-ാം ദിവസം പെറുക്കാനായിട്ട് പോകരുത്. 17-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ ചിലര് കൂടുതൽ പെറുക്കി എന്നാണ് നമ്മൾ വായിച്ചത്. ഇസ്രായേൽക്കാർ അപ്രകാരം ചെയ്തു. ചിലർ കൂടുതലും ചിലർ കുറവും ശേഖരിച്ചു. അല്ലേ? നമ്മുടെ ജീവിതയാത്രയൊക്കെ നോക്കി ചിലരുടെ കയ്യിലൊക്കെ എന്തിരിക്കുന്നുണ്ട്? ആഹാരത്തിനുള്ള വക. നമ്മളെല്ലാവരും പറയുന്നത് യോജിച്ചാൽ വയറിന് വേണ്ടിയാണ് കഷ്ടപ്പെടുന്നത് അല്ലേ? അല്ലേ? ശരിയല്ലേ? കോടികൾ മാസം വരുമാനമുള്ള ആളും പറയുന്നത് എന്താ? വയറിന് വേണ്ടിയല്ലേ കഷ്ടപ്പെടുന്നത്. അപ്പൊ ചിലർ കൂടുതൽ പെറുക്കി, ചിലർ കുറച്ചും പെറുക്കി. എന്ത് സംഭവിച്ചു? കൂടുതൽ പെറുക്കിയവർക്ക് കൂടുതലും ഉണ്ടായില്ല, കുറവ് ശേഖരിച്ചവർക്ക് കുറവും ഉണ്ടായി. ഇതെന്താ നമ്മൾ തിരിച്ചറിയണം? കൂടുതൽ പെറുക്കിയവർക്ക് കൂടുതലും ഉണ്ടായില്ല, കുറച്ച് പെറുക്കിയവർക്ക് കുറഞ്ഞും പോയില്ല എന്നാ നമുക്കൊരു തിരിച്ചറിവുണ്ടാകും. എന്നുണ്ടാകുന്നത് എനിക്ക് തിരിച്ചറിവുണ്ടായത്, ഞാൻ ഈ ആളുകൾ മരിക്കാൻ കിടക്കുമ്പോൾ ആളുകൾ ഇങ്ങനെ പറയും, ഇന്നയാള് രോഗാവസ്ഥയിലാണ്, മരണത്തോടടുത്ത് നിൽക്കുകയാണ്, മരണാവസ്ഥയായി എന്ന് പറയുമ്പോൾ കാണാൻ പോകും, പ്രാർത്ഥിക്കാനായിട്ട്. അന്നാണ് എനിക്ക് തിരിച്ചറിവുണ്ടായത്. ഇവരൊക്കെ പലരും അതിൽ കൂടുതൽ പെറുക്കിയവരാണ്. അവരുടെ ആയുഷ്കാലത്ത് അവർ പെറുക്കുന്നതിന് ഭയങ്കര അഗ്രകണ്ണന്മാരായിരുന്നു. മനസ്സിലായില്ലേ? പെറുക്കി 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 ടോൾസ്റ്റോയുടെ കഥയിൽ പറയുന്ന പോലെ, ടോൾസ്റ്റോയുടെ ഒരു കഥ അങ്ങനെ പറയുന്നുണ്ട്. ഒരു രാജാവ് ഒരു വിളംബരം പുറപ്പെടുവിച്ചു തൻ്റെ പ്രജകളോട്, നിങ്ങൾ ഇന്ന സ്ഥലത്ത് നിന്ന് ഇന്ന സ്ഥലം വരെ നിങ്ങൾക്ക് കിട്ടാവുന്നിടത്തോളം അളക്കാവുന്നിടത്തോളം ഭൂമി അളന്നെടുക്കുക, തിരിച്ച് നിങ്ങൾ ഇത്ര മണിക്ക് ഇവിടെ എത്തണം. അങ്ങനെ തിരിച്ച് കൃത്യസമയത്ത് എത്തുന്നവർക്ക് മാത്രമേ അത് പട്ടയമായിട്ടുള്ള സ്വന്തം പേരിൽ തരികയുള്ളൂ. അപ്പോൾ ഒരു മനുഷ്യൻ ഇങ്ങനെ അളന്ന് ഇങ്ങനെ കോലുകൊണ്ടാണ് അളക്കണേ, അളന്ന് ഇങ്ങനെ ഓടി 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 ഭൂമിയെല്ലാം ഇങ്ങനെ അളന്നു പോയി. തിരിച്ചു വരേണ്ട സമയത്ത് മറന്നു, ബെല്ലടിച്ചതൊന്നും കേട്ടില്ല. അവസാനം ഏതോ ഒരു നിമിഷത്തിൽ ഇദ്ദേഹത്തിന് തോന്നുകയാണ്, അയ്യോ തിരിച്ചു ചെന്നാലേ അത് കിട്ടുകയുള്ളൂ. തിരിച്ചെത്താൻ മുന്നിൽ നോക്കിയിട്ട് ഒരു സാധ്യതയും ഇല്ല. അതിന് മാത്രം അളന്നെടുത്തു. ആദ്യ സമയം ഒരു 5 മണിക്കൂർ അങ്ങോട്ട് ഓടി അളന്നുവെങ്കിൽ തിരിച്ചെത്തേണ്ട സമയം 2.5 മണിക്കൂർ തിരിച്ചെത്താനുള്ള സമയം എടുക്കേണ്ടിയിരുന്നെങ്കിൽ ഇദ്ദേഹം 4 മണിക്കൂർ കഴിഞ്ഞ് 1 മണിക്കൂറേ മുന്നിലുള്ളൂ. അപ്പോൾ ആ മനുഷ്യൻ തിരിച്ചെത്തുന്നത് സർവശക്തിയും എടുത്ത് ഓടി വരുന്നെന്നാ പറയുന്നത്. ആദിയുണ്ട്, പ്രഷറുണ്ട്, സകല സംവിധാനങ്ങളോട് കൂടി പുള്ളി ഓടി ഈ രാജസന്നിധിയിൽ വരുമ്പോൾ ഈ രാജാവിന്റെ ആ സിംഹാസനത്തിൽ നിന്ന് ആ കാൽക്കൽ വന്ന് വീണ് മരിച്ചു എന്നാണ് ടോൾസ്റ്റോയ് പറയുന്നത്. അപ്പോൾ രാജാവ് പരിചാരകരോട് പറഞ്ഞു, പടയാളികളോട് പറഞ്ഞു, ഇയാളെ കൊണ്ടുപോയി കുഴിച്ചിടുക. അയാൾ 6 അടി മണ്ണിന്റെ ജന്മിയാണെന്ന് പറഞ്ഞു. അയാൾ ഇത്രയൊക്കെ അളന്നുവെങ്കിലും ഇപ്പോൾ അവകാശം എത്രയുണ്ട്? 6 അടി മണ്ണിന്റെ ജന്മിയാണ്. അപ്പൊ ഇന്നത്തെ നമ്മുടെ ഒന്നാമത്തെ ചിന്ത,
നാം കൂടുതൽ വെറുക്കുന്നവരാണോ കുറച്ച് വെറുക്കുന്നവരാണ്? ഇതെപ്പോഴാണ് തിരിച്ചറിയുന്നത്? വെള്ളം കുടിക്കാൻ പോലും നേരമില്ലാതെ ഓടി ഇപ്പോൾ വെള്ളം തൊട്ട് കൊടുത്തിട്ട് പോലും ഇറക്കുന്നില്ല. കാരണം ദൈവം ഒരു അടയാളം തരികയാണ്. ദൈവം ഒരു അടയാളം തരികയാണ്. പാടത്തൊക്കെ പണിയെടുക്കുമ്പോ ഇന്നാളെ ഇവിടെ ചോറ് കൊടുക്കാൻ വന്ന കണ്ടുവന്ന് രണ്ട് സഹോദരന്മാര് അവരുടെ മക്കളോട് പറയാണ്, ഈ പാടം കണ്ടപ്പോ മകൻ പറയാണ്, ഈ പാടത്തൊക്കെ കൃഷി ചെയ്യാമെന്ന് പറയും. ഇതൊന്നും കൃഷി ചെയ്യാത്തതിന്റെ വരിക. കൃഷിക്കാരെ പണ്ടൊക്കെ കൃഷി ചെയ്തത് ഈ നാട്ടുകാരെ തന്നെയാണ്. അപ്പൊ അപ്പൻ മകനോട് പറയാണ്, അപ്പൻ കൊച്ചനോട് മകനോട് പറയാണ്, കൃഷിയൊക്കെ ചെയ്ത് മനുഷ്യന്റെ ഇടപാട് തീർന്നു കിട്ടും. ഇപ്പൊ ആരും കൃഷിക്കൊന്നും പോണില്ല. കൊയ്തും വെറിച്ചും മറ്റേ വന്നപ്പോ ഉപ്പടക്കും. ഒരു 10 തരുമല്ലെന്ന് ചോദിച്ചാൽ മോനെ പാത്രം കൊണ്ട് മതി, അവിടെ ഇരിക്കുന്ന പാത്രം മോൻ കെട്ടിയത് കയറി കൊണ്ടുപോയി കളരാ പറയണോ പിള്ളേന്ന് അനിയൻ ചേട്ടന്റെ മോനോട് പറയാം. ചേട്ടന്റെ മോൻ 9ാം ക്ലാസ്സിൽ പഠിക്കുക. അപ്പൊ ഞാനിങ്ങനെ ചിന്തിക്കുകയാണ്, ഞാനിതൊക്കെ പലപ്പോഴും ചിന്തിച്ചിട്ടുള്ളവരും പറഞ്ഞിട്ടുള്ളവരാണ്. അപ്പൊ ഞാൻ ഇവരുടെ മനസ്സിൽ ഇതൊക്കെ ഉണ്ട് അല്ലേ? ഈ കൂടുതൽ പേർക്കാൻ ഓടിയവരുടെ ഓട്ടത്തിന്റെ ഭാഗമായിട്ട് തങ്ങളുടെ പണിക്കാരെ ശ്രദ്ധിക്കാനോ തങ്ങളുടെ കൂട്ടത്തിലുള്ളവരെ ശ്രദ്ധിക്കാനോ അവർക്ക് ചൂടുവെള്ളം കൊടുക്കണമെന്ന് ചിന്തിക്കാനോ അവർക്ക് കഞ്ഞിവെള്ളം കൊടുക്കണമെന്ന് ചിന്തിക്കാനോ സമയമില്ലാതെ, പച്ചവെള്ളം കോരി കൊടുക്കാൻ പോലും ഉടമസ്ഥന് സമയമില്ലാതെ ഉടമസ്ഥൻ ഓടി 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 ഓട്ടമെല്ലാം നനച്ചപ്പോൾ കുറച്ച് പെറുക്കിയ തൊഴിലാളിക്കും കൂടുതൽ പെറുക്കിയ മുതലാളിക്കും കട്ടിലേൽ തുല്യ അവകാശം അല്ലേ? ശരിയല്ലേ? ഞാനിത് കുറെ നാളായിട്ട് ഇങ്ങനെ മനസ്സിലാക്കി. ഇവിടെ തുല്യാവകാശം, ആരുമൊന്നും കൊണ്ടുപോകുന്നു. പാട്ട് പാടുമ്പോൾ നമ്മൾ പാടുന്നതാണ്, ദൈവം തന്നതല്ലാതൊന്നും ഇല്ല എന്റെ ജീവിതത്തിൽ, ദൈവത്തിന്റെ സ്നേഹം പോലെ മറ്റൊന്നില്ല പാരിടത്തിൽ. ഈ സർവസമ്പത്തും ദൈവം നമുക്ക് നൽകിയതാണെന്ന് നമ്മൾ അങ്ങനെ ധരിച്ചു വെക്കുകയാണ്. ഇതൊക്കെ നമുക്ക് ദൈവം തന്നതാണ്. അവസാനം ദൈവം ഒന്ന് തരാതെയായി. എന്താണ്? അത് അനുഭവിക്കുവാനുള്ള ആയുസ്സും ആരോഗ്യവും തന്നില്ല. എൻ്റെ അമ്മയുടെ മരണത്തെ കുറിച്ച് ഞാൻ എവിടെ പല സ്ഥലത്ത് പോകുമ്പോൾ പ്രസംഗിക്കുമ്പോൾ പറയുന്നതാണ്. എന്റെയൊക്കെ ഓർമ്മ വെക്കണ കാലം മുതൽ അമ്മ അനുഭവിച്ചിട്ടുള്ള ദാരിദ്ര്യത്തെ കുറിച്ചാണ് പറയുന്നത്, പട്ടിണിയെ കുറിച്ചാണ്. മത്തങ്ങയുടെ ഇല കഴിച്ചു, പയറ്റിന്റെ ഇല, പയറിന്റെ ഇല കഴിച്ചു, വാഴ കണ്ണ്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കഴിച്ചാണ് പട്ടിണി മാറ്റിയെന്നാണ് പറയുന്നത്. എനിക്കൊരു 50 വയസ്സിന്റെ ഒക്കെ അടുത്തായപ്പോഴത്തേക്കും മക്കളൊക്കെ പണിയെടുത്ത് അപ്പന്റെ വരുമാനവും വർദ്ധിച്ച് കുടുംബത്തിൽ
സാമ്പത്തിക ശേഷി ബലപ്പെട്ടു. അപ്പൊ 46 വയസ്സായപ്പോഴത്തേക്കും അമ്മ രോഗിയായി മാറി. ഹാർട്ടിന് കംപ്ലൈന്റ്. അമ്മ പറയും ഒരടി നടക്കാൻ പാടില്ല എന്ന് പറയും. ഒരടി നടക്കാൻ പാടില്ല. എന്നാൽ അമ്മ ഞങ്ങൾക്ക് ബാബ പഠിക്ക് കണ്ടമുണ്ട്, പാടമുണ്ട്. ഇവിടുന്ന് നടന്ന് ബാബ പഠിക്കുക കണ്ടതിലൊക്കെ പോയി വെള്ളമൊക്കെ നോക്കി, അതിൻ്റെ കേടുപാടുകളൊക്കെ നോക്കി, ഈ കയറ്റം, ആ ടാറിലുള്ള കയറ്റം ഒരു 4-5 സ്ഥലത്തായിട്ട് നിന്ന് ഇവിടെ എത്തി. വരുന്ന വഴിയിലെല്ലാം ആര് ചോദിച്ചാലും എന്തിനാ ഇത്രയും കഷ്ടപ്പെട്ടെന്ന് ചോദിച്ചാൽ ചെറുപ്പത്തിൽ കഷ്ടപ്പെട്ടതല്ലേ ചേർത്തി, ഇനി മരിക്കണ കാര്യങ്ങളാണ്. പിള്ളേരൊന്നും പോയാ ആ വെള്ളമൊന്നും നോക്കിയിട്ടൊന്നും ശരിയാക്കില്ല. അങ്ങനെ ഒരു നേരം ആഹാരം കഴിച്ചാൽ പിന്നെ ആഹാരം വേണ്ട, ശ്വാസം മുട്ടായിട്ട് കഴിക്കാൻ പറ്റൂല. ഇപ്പൊ ദാരിദ്ര്യത്തിൽ നിന്ന് സമ്പന്നതയിലേക്ക് വരുന്നു. സമ്പന്നതയുടെ എല്ലാവരും സാമ്പത്തികമായിട്ട് ഒരു മെച്ചത്തിൽ എല്ലാവരും നന്നായിട്ട് ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുമ്പോ കഷ്ടപ്പെട്ടയാൾക്ക് ആഹാരം കഴിക്കാൻ പറ്റുന്നില്ല. കെട്ടിക്കിടന്ന മരുമക്കളൊക്കെ ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുമ്പോ കഷ്ടപ്പെട്ടയാൾക്ക് ആഹാരം കഴിക്കാൻ പറ്റുന്നില്ല. അപ്പൊ കഷ്ടപ്പെട്ട ആള് ആഹാരം കഴിക്കാൻ പറ്റാതിരിക്കുമ്പോ അത്രയും കഷ്ടപ്പെടാത്തവർ ആഹാരം കഴിക്കുമ്പോ എന്തായാലും 1-2 ഭർത്താവൊക്കെ ഉണ്ടാവൂലേ? ഉണ്ടല്ല. അതിന്റെ ഒരു ദേഷ്യം എപ്പോഴും അതിന്റെ മരുമക്കൾക്ക് ഉണ്ട്. അപ്പൊ മനസ്സിലായോ? കഷ്ടപ്പെട്ട ആള് കഷ്ടപ്പാട് മാറിയ സമയത്ത് കഴിക്കാനും പറ്റുന്നില്ല. എന്നാൽ കഷ്ടപ്പെടാത്തവര് കഴിക്കുക എന്ന് കാണുമ്പോ ഇത് ദൂർത്തല്ലേ എന്നുള്ള ചോദ്യത്തിൽ ഒരു പിടിച്ചുവെക്കൽ. കഴിക്കാൻ പറ്റുന്നില്ലെങ്കിലും കഴിക്കുന്നവരുടെ മുമ്പിൽ ഒരു അളവ് പിടിക്കൽ. ശരിയല്ലേ? നിങ്ങൾക്ക് അങ്ങനെ ചെയ്യണമെന്നറിയില്ല. പല മരുമക്കളും എന്നോട് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുള്ളതാണ്. പിടിച്ചു കൊടുക്കും ഇത്തരം കഴിക്കണമെന്നുള്ള ചോദ്യം. അപ്പൊ അങ്ങനെ 66-ാമത്തെ വയസ്സില് മരിച്ചു എൻ്റെ അമ്മ. അന്ന് ഞാൻ ചിന്തിച്ചു, ഈ ലോകത്തോട് ദാരിദ്ര്യത്തിന്റെ മോശാവസ്ഥയാണോ പറയേണ്ടത്? ഈ ലോകത്തോട് ദാരിദ്ര്യത്തിന്റെ ഭാഗ്യാവസ്ഥയാണോ പറയേണ്ടത്? ഈ ലോകത്തോട് കരുതുന്നതിനെ കുറിച്ചാണോ പറയേണ്ടത്? ഈ ലോകത്തോട് ത്യജിക്കുന്നതിനെ കുറിച്ചാണോ പറയേണ്ടത്? മനസ്സിലായോ? ഈ ലോകത്തോട് കരുതുന്നതിനെ കുറിച്ചാണോ സുവിശേഷം പറയേണ്ടത്? അതെയോ ത്യജിക്കേണ്ടതിനെ കുറിച്ചാണോ? എന്റെ കൺമുമ്പിലാണല്ലോ രണ്ടും നടക്കണേ. ഒന്ന് കരുതുന്നതിന് വേണ്ടി ത്യാഗം സഹിക്കുന്നു, പക്ഷെ ഒന്നും കഴിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ തന്നെ ആരെങ്കിലും കൺമുമ്പിൽ നിന്ന് കഴിക്കുമ്പോൾ ഇത് ദൂർത്തല്ലേ എന്നൊരു ചോദ്യം. അപ്പോൾ സ്വൈരമായിട്ട് കഴിക്കാൻ മറ്റുള്ളവരെയും, മനസ്സിലായോ? കഷ്ടപ്പെടാത്തവര് കഴിക്കാതിരിക്കുമ്പോ കഷ്ടപ്പെട്ടതിന്റെ വില എണ്ണി പറഞ്ഞുകൊണ്ട് കഴിക്കുന്നിടത്തൊരു അസ്വാരസ്യം. അതിന്ന് എല്ലാ വീട്ടിലും എല്ലാ മരുമക്കളുടെ ഉള്ളിലുണ്ട്. കഴിക്കാൻ പറ്റാത്ത അമ്മായിയമ്മമാര് പറഞ്ഞിരിക്കുന്നത് കഴിച്ചുകൊണ്ടിരിക്കുന്ന മക്കളെ, മരുമക്കളെ അസ്വസ്ഥപ്പെടുത്തും. സ്വൈര്യമായിട്ട് ഒരു നേരത്തെ ആഹാരം കഴിക്കാൻ പോലും തള്ള സമ്മതിച്ചിട്ടില്ല എന്ന് പറയുന്ന മരുമക്കളെ ഞാൻ കേട്ടിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്, കുടുംബ പ്രശ്നങ്ങളിലൊക്കെ ഇടപെട്ടിട്ടുണ്ട്.
അപ്പൊ ഞാൻ ചിന്തിച്ചു, ദൈവമേ, ഈ 66-ാമത്തെ വയസ്സിൽ മരിക്കുമ്പോൾ നീണ്ട 20 വർഷം ആഹാരത്തോടെല്ലാം നോ പറയേണ്ട വന്നു. ഹാർട്ടിന്റെ വാൽവിന് കംപ്ലൈന്റ് ആയി, ശ്വാസമുട്ടായി, ആഹാരമൊന്നും ശരിക്കൊന്നും കഴിക്കാൻ പറ്റാത്ത വണ്ണമുള്ള ശാരീരിക ബലഹീനതകളിൽ വന്നു. പക്ഷെ എന്നിരിക്കുമ്പോൾ പോലും കരുതുന്ന മനോഭാവത്തിൽ ജീവിക്കുന്ന ഒരമ്മ അത്താഴത്തിന് മക്കളെല്ലാം മരുമക്കളൊക്കെ പ്രാർത്ഥനയ്ക്ക് പോയിരിക്കുകയാണ്. കുടുംബത്തിൽ അപ്പം കൊണ്ടുവന്ന മീൻ മക്കൾ വരുമ്പോഴത്തേക്കും ചീഞ്ഞു പോകും. അതുപോലെ ഫ്രിഡ്ജൊന്നും അന്ന് വീട്ടിലില്ല. കൊച്ചിയിൽ നിന്ന് കൊണ്ടുവന്നിരിക്കുന്ന തോപ്പുംപടി ഹാർബറിൽ നിന്ന് മേടിച്ചുകൊണ്ടുവന്ന പച്ച മീനാണെന്ന് അപ്പം പറഞ്ഞേക്കണം. തോപ്പുംപടിക്ക് നിന്ന് ബസ് കൂടെ എത്താനുള്ള സമയം എടുത്തിട്ടുള്ളൂ. 1.25 മണിക്കൂർ മതി അന്നത്തെ കാലത്ത് തോപ്പുംപടിക്ക് നിന്ന് ബസ് കൂടെ വരാൻ. അപ്പം കൊച്ചിയിൽ കച്ചവടം കഴിഞ്ഞ് ഹാർബറിൽ കയറി നല്ല പച്ചമീൻ വാങ്ങിക്കൊണ്ടുവരാം. അത് ചീഞ്ഞു പോകും. മക്കള് പ്രാർത്ഥിക്കാൻ പോയേക്കും. അവര് വരുമ്പോൾ 4 മണി 5 മണിയാണ്. അങ്ങനെ 3 മണിക്ക് ഈ മീൻ നന്നാക്കാനിരുന്ന അമ്മ, ഞാൻ എന്റെ താഴത്തെ വീട്ടിൽ നിന്ന് തറവാട്ട് വീട്ടിലേക്ക് ഒരു നിലവിളി കേട്ട് ഓടിച്ചെല്ലുകയാണ്. നിലവിളിക്കുന്നത് ഒച്ചയെടുക്കുന്ന അപ്പനാണ്. ചെന്ന് നോക്കുമ്പോ അമ്മ ഈ മീൻ ചട്ടി കയ്യിൽ നിന്ന് താഴെ ചാടിയിട്ട് മീൻ്റെ വാലും തലയും തിന്നായിരുന്ന പൂച്ച നല്ല കഷ്ണങ്ങളൊക്കെ പറക്കി തിന്നോണ്ടിരിക്കുന്നു. അമ്മ കൈ കാലിട്ടടിച്ച് ഇങ്ങനെ വിറയ്ക്കുന്നു. എടുത്തുകൊണ്ടുവന്ന് കട്ടിലേക്ക് എടുത്തി എന്തൊക്കെയോ ഒരു ശബ്ദം പുറപ്പെടുവിച്ചു. പിന്നെ മിണ്ടിയിട്ടില്ല. അരമണിക്കൂറിനുള്ളിൽ ആശുപത്രിയിലേക്ക് പോകേണ്ട ക്രമീകരണങ്ങളൊക്കെ ഉണ്ടായി. തൊട്ടടുത്തുള്ള ഒരു ക്ലിനിക്ക് കേട്ടിട്ട് കൊണ്ടുപോയവർ പറഞ്ഞു പഴനാട്ടേക്ക് എത്തേണ്ട വന്നില്ല, ഇടയ്ക്ക് കയറ്റിയപ്പോ മരിച്ചു എന്ന് പറഞ്ഞു. എന്നെ വല്ലാണ്ടത് ചിന്തിപ്പിച്ചു. ഈ മീൻ കറി കൂട്ടുവാനുള്ള ഒരാഗ്രഹം മുന്നിൽ നിൽക്കുമ്പോൾ തന്നെ നമ്മൾ സങ്കീർത്തനത്തിൽ വായിച്ചില്ലേ? എന്താണ് സങ്കീർത്തനത്തിൽ വായിച്ചത്? 78-ാമത്തെ സങ്കീർത്തനം. നിങ്ങൾ മറന്നുപോയി. 78-ാമത്തെ സങ്കീർത്തനത്തിൽ POC ബൈബിളിൽ 1-ാമത്തെ വാക്യം പറയുന്നത് ചരിത്രം നൽകുന്ന പാഠമെന്ന്. ഹല്ലേലൂയ. ചരിത്രം നൽകുന്ന പാഠം. 78-ാമത്തെ സങ്കീർത്തനം അവർ ഭക്ഷിച്ച് സംതൃപ്തരായി. 29-ാമത്തെ വാക്യം കേട്ടോ. സങ്കീർത്തനം 78-ന്റെ 29. അവർ ഭക്ഷിച്ച് സംതൃപ്തരായി, അവർ കൊതിച്ചത് അവർക്ക് അവിടുന്ന് നൽകി. എന്നാൽ അവരുടെ കൊതിക്ക് മതി വരും മുൻപേ ഭക്ഷണം വായിലിരിക്കുമ്പോൾ തന്നെ ദൈവത്തിന്റെ കോപം അവർക്കെതിരെ ഉയർന്നു. എന്റെ അമ്മ മരണപ്പെട്ട ദൈവത്തിന്റെ കോപമാണെന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല. എനിക്ക് അറിഞ്ഞുപോകും. പക്ഷെ എന്റെ അമ്മ ജീവിതത്തിൽ ഈ ദാരിദ്ര്യത്തെ ഭാഗ്യമായി കണ്ടുകൊണ്ട് ഈ സമ്പന്നതയെ ത്യജിച്ച ഒരു വ്യക്തിയായിരുന്നു എന്ന് ചോദിച്ചാൽ എന്റെ അനുഭവത്തിൽ നിന്ന്, എന്റെ അറിവിൽ നിന്ന് ഒരിക്കലും അല്ല. ഉള്ളു പരിശോധിക്കാനുള്ള കഴിവൊന്നും എനിക്കില്ലല്ലോ. ഞാൻ പുറമേ കാണുന്ന കാര്യമാണ് പറയുന്നത്. കാരണം എപ്പോഴും സമ്പത്തിന് വലിയ വില കൽപ്പിച്ചിരുന്നു. സമ്പത്ത് ദുരുപയോഗം ചെയ്യാൻ പാടില്ല, സമ്പത്ത് നഷ്ടപ്പെടുത്താൻ പാടില്ല, ആവുന്നിടത്തോളം സമ്പത്ത് ആർജിക്കണം. ദാരിദ്ര്യത്തെ ഒരിക്കലും അംഗീകരിച്ചിരുന്നില്ല. ദാരിദ്ര്യത്തെ ഒരിക്കലും അംഗീകരിച്ചിരുന്നില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ ഒന്നാമത്തെ ചിന്തയാണ് അവർ ചിലർ കൂടുതൽ
ചിലർ കൂടുതൽ പെറുക്കി. മന്ന കർത്താവ് കൊടുക്കുന്നതിന് മുമ്പ് അവരെന്താണ് ദൈവമാരെ കുറിച്ച് ചിന്തിച്ചത്? ദൈവത്തിന്റെ കൽപ്പന അവരനുസരിച്ച് മുന്നോട്ട് പോകുമോ എന്ന് ദൈവം അവരെ പരീക്ഷിക്കാൻ വേണ്ടിയാണ് അവർക്ക് ആഹാരം വൈകിയത്. എന്നാൽ ഇന്ന് രാത്രി എന്ത് കിട്ടും? ഇന്ന് രാത്രി ആഹാരം അവർക്ക് കിട്ടും. ഇപ്പൊ ഒന്നാമത് അവര് മോശയ്ക്ക് മകരോനെതിരെ പെരുവെടുത്തു. എന്താണ് കാരണം? ഇവിടെ വന്ന് പട്ടിണി എടുത്ത് ചാവുന്നതിനേക്കാൾ അടിമത്തമായിരുന്നെങ്കിലും അവിടെ കിടന്ന് ദൈവത്തിന്റെ കൈകളാൽ മരിക്കുന്നതായിരുന്നു അത്. കാരണം എന്താണ്? അന്ന് അവരുടെ മുമ്പിൽ എന്തുണ്ട്? അവരുടെ മുമ്പിൽ ധാരാളം ഇറച്ചിപ്പാത്രങ്ങളും ധാരാളം ഭക്ഷ്യപദാർത്ഥങ്ങളും അവരുടെ അടുത്ത് ഉണ്ട്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അവർക്കവിടെ ധാരാളം ഭക്ഷണം ഉണ്ടായിരുന്നു എന്നവർ പറയും. നമ്മുടെ ജീവിതത്തിൽ ഒന്നാമതായിട്ട് പെറുപെറുപ്പുണ്ടോ എന്ന് പരിശോധിക്കും. എന്ത് നൽകിയാലും പോരാന്ന് വിളിച്ചു ആരോടെങ്കിലുമൊക്കെ ദേഷ്യം, കുറഞ്ഞു പോയതിന്റെ ദേഷ്യം, നഷ്ടപ്പെടുത്തിയതിന്റെ ദേഷ്യം. ചിലപ്പോൾ ചില വ്യക്തികളൊക്കെ മരിച്ചു പോയിട്ടുണ്ട്. നമ്മുടെ അപ്പനായിരിക്കാം, അമ്മായിയമ്മയായിരിക്കാം, അമ്മാനപ്പനായിരിക്കും, ചിലപ്പോൾ സ്വന്തം അപ്പനായിരിക്കാം, സ്വന്തം അമ്മയായിരിക്കാം, സഹോദരങ്ങളായിരിക്കാം. കഴിഞ്ഞ ദിവസം ഒരു സഹോദരി വന്നിട്ട് എൻ്റെ അടുത്ത് ഭയങ്കര സങ്കടം പറഞ്ഞു. ഭർത്താവ് മരിച്ചുപോയി. 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടി, 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടി, ഭർത്താവ് മരിച്ചുപോയി. കല്യാണം കഴിക്കുന്നതിന് മുമ്പ് സ്വന്തം അച്ഛനും അമ്മയും മാരകമായ രോഗം പിടിപെട്ടു. അവരെ എല്ലാം നന്നായി ശ്രദ്ധിച്ച് ശുശ്രൂഷിച്ചു. ആങ്ങളമാരൊന്നും ആ സമയത്ത് ഒന്നും തിരിഞ്ഞു നോക്കിയില്ല. ആ പെൺകുട്ടി പറയുന്നതാണ്, ഈ കൊച്ച് കഷ്ടപ്പെട്ടതെല്ലാം ചെയ്തു. അപ്പൊ കഷ്ടപ്പെട്ട് വളരെ സങ്കടത്തില് ഈ കാര്യങ്ങളൊക്കെ ചെയ്തതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു അഭിമാനവും സന്തോഷത്തിന്റെ അനുഭവമായി. ഒരു ഹൈന്ദവ കുടുംബമാണ്. ദൈവകൃപയാൽ അതിനൊരു നല്ല വിവാഹ ജീവിതവും കിട്ടി, കുഞ്ഞുങ്ങളുണ്ടായി. പക്ഷെ ഭർത്താവ് ജോലി സ്ഥലത്ത് പോരുമ്പോൾ ഒരു ആക്സിഡന്റില് തൽക്ഷണം മരിച്ചു. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് ഭർത്താവിന്റെ വീട്ടിൽ നിന്നുള്ള അവകാശങ്ങൾക്കൊക്കെ, ഭർത്താവിന്റെ വീട്ടിൽ അധികമൊന്നും സമ്പത്തില്ല, പക്ഷെ അവകാശങ്ങൾ ചോദിക്കാനുള്ള ഒരു താല്പര്യമില്ല. കാരണം ഇതിനുമായി ബന്ധപ്പെട്ട് ഒരുപാട് പണച്ചെലവുണ്ടായി. അത് സഹോദരനാണ് ചെലവാക്കിയത്, ഭർത്താവിന്റെ അനിയൻ. അതുകൊണ്ട് അവിടെ നിന്ന് ചോദിക്കാനൊന്നുമില്ല. അപ്പോൾ ഒരു ആശ്വാസം ഉണ്ടായിരുന്നു. സ്വന്തം വീട്ടിൽ 5 സെന്റ് ഭൂമിയും സ്വന്തം സ്ഥലം. ആങ്ങളമാരൊക്കെ അവർ നേരത്തെ തന്നെ കല്യാണം കഴിച്ചു. അച്ഛനമ്മയൊക്കെ ഇത്ര സുഖമില്ലാതൊക്കെ കിടന്ന സമയത്ത് അവരൊന്നും തിരിഞ്ഞു നോക്കിയില്ല. അവരവർ വഴിക്ക് പോയി. ഇതിന്റെ കല്യാണം, ഇതിന്റെ സ്വന്തം പ്രാപ്തിയുണ്ട്. ഇതിന് ചേച്ചി മാത്രം ഇതിനോട് അനുകൂലമായിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ ഭർത്താവ് മരിച്ചതിന്റെ 1ാമത്തെ ആണ്ടിന് ഇവിടെ ഭക്ഷണം കൊടുക്കാൻ വന്നതാണ്. 1 വർഷം തികഞ്ഞു കഴിയുമ്പോൾ ഈ 2 പെൺകുഞ്ഞുങ്ങളെ വെച്ചിട്ട് അതിന് വീടില്ലാത്തൊരു സ്ഥിതിയിലേക്ക് മാറുക എന്നാണ് പറയുന്നത്. ആങ്ങളമാര് കേസ് കൊടുക്കുക. കേസ്, ഈ 5 സെന്റിന് മേൽ ഞങ്ങൾക്കും അവകാശം. മനസ്സിലായോ? ഞങ്ങൾക്കും ഒരു വശത്ത് ഭർത്താവ് നഷ്ടപ്പെട്ടതിന്റെ സങ്കടം,
കാര്യമായ ജോലികളൊന്നും അറിയില്ല. പിന്നെ എന്തെങ്കിലും കൂലിപ്പണിക്ക് പോയിട്ട് വേണം. ഇത്ര ഒരു വർഷം ഭർത്താവ് മരിച്ച സങ്കടത്തിലും പിള്ളേരുടെ കാര്യങ്ങളൊക്കെ നോക്കി അങ്ങനെ നിൽക്കുകയായിരുന്നു. ഇനി എന്തെങ്കിലും ജോലിക്ക് പോയിട്ട് അതിൻ്റെ പുറകെ കൂടിയിട്ട് കേസ് കൂടി വന്നിരിക്കുക. ഇങ്ങനെയുള്ള അവസരങ്ങളൊക്കെ നമ്മളാണെങ്കിൽ എന്ത് ചെയ്യും? എന്നാൽ 7-ാം ദിവസം അവർ പെറുക്കാൻ പോയി. 7-ാം ദിവസം പെറുക്കരുന്ന് പറഞ്ഞിരിക്കുന്നത്. 7-ാം ദിവസം അവർ പെറുക്കാൻ പോയി, കാണപ്പെട്ടില്ല. നമ്മൾ എങ്ങനെയുള്ളവരായിരിക്കും എന്ന് ചിന്തിക്കും. നമ്മുടെയൊക്കെ മനസാക്ഷി ഏതു വിധത്തിലായിരിക്കും? ഈ സമൂഹത്തോടുള്ള നമ്മുടെ ബന്ധത്തിൽ, നമ്മുടെ ചാർച്ചക്കാരോടുള്ള നമ്മുടെ ബന്ധത്തിൽ, നമ്മുടെ മാതാപിതാക്കന്മാരുടെ ബന്ധത്തിൽ, സമ്പത്തിനെ മധ്യസ്ഥനായി നിർത്തിക്കൊണ്ടുള്ള നമ്മുടെ ബന്ധത്തിൽ, നമ്മുടെ മാനസികാവസ്ഥ ഈ ദൈവം തന്നതല്ലാതെ വേറൊന്നും എനിക്ക് വേണ്ട എന്നുള്ള അനുഭവമാണോ? ഇനി ദൈവം എന്റെ കയ്യിലിരിക്കുന്ന ദൈവം തന്നതാണോ? അത് എന്റെ ഇച്ഛാശക്തി കൊണ്ടൊക്കെ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ട് ദൈവത്തിന്റെ കൂട്ട് പിടിച്ചു വെച്ചേക്കുന്നതാണോ എന്ന് ചിന്തിക്കേണ്ടത് നല്ലതാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് അവർ പെറുക്കിയത് എന്ത് സംഭവിച്ചു? കൂടുതൽ പെറുക്കിയത് കൊടുത്ത് മാറ്റം വെച്ചത്. കൂടുതൽ പെറുക്കിയത് കൊടുത്തു പോയി, അതിന് മാറ്റം വെച്ചു. യെശയ്യാ-പ്രവാചകന്റെ പുസ്തകം ഒരു വാക്യം കൂടി വായിച്ചിട്ട് ഞാൻ നിർത്താം. യെശയ്യാ-പ്രവചനം 5-ാം അധ്യായത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്. മറ്റാർക്കും വസിക്കാൻ ഇടം കിട്ടാത്ത വണ്ണം വീടോട് വീട് ചേർത്ത്, വയലോട് വയൽ ചേർത്ത്, അതിന്റെ മധ്യത്തിൽ വസിക്കുന്നവർക്ക് അയ്യോ ദുരിതം. യെശയ്യാ-പ്രവചനം 5-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യം. മറ്റാർക്കും വസിക്കാൻ ഇടം കിട്ടാത്ത വിധം വീടോട് വീട് ചേർത്ത്, വയലോട് വയൽ ചേർത്ത്, അതിന്റെ മധ്യത്തിൽ തനിച്ചു വസിക്കുന്നവർക്ക് അയ്യോ ദുരിതം. സൈന്യങ്ങളുടെ കർത്താവ് ശപഥം ചെയ്യുന്നത് ഞാൻ കേട്ടു, അനേകം മന്ദിരങ്ങൾ നിർജ്ജനമാകും, മനോഹരമായ മാളികകൾ വസിക്കാൻ ആളില്ലാതെ ശൂന്യമായി കിടക്കും. 10 ഏക്കർ മുന്തിരിത്തോട്ടത്തിൽ നിന്ന് 1 ബത്ത് വീഞ്ഞും 1 ഹോമർ വിത്തിൽ നിന്ന് 1 ഏഫാ ധാന്യവും മാത്രം വിളവ് ലഭിക്കും. അതുകൊണ്ട് ഇന്നത്തെ ചിന്ത, കൂടുതൽ പെറുക്കിയവന് കൂടുതലുണ്ടായില്ല, കുറച്ച് പെറുക്കിയവന് കുറഞ്ഞു പോയി. അതുകൊണ്ട് തീരുമാനിക്കുക, വേറെ പെറുക്കണോ അതെയോ അനുവദിച്ചത് പെറുക്കിയാൽ മതി. ഇനി പെറുക്കാൻ അനുവദിക്കാത്ത ദിവസം, ശാബത്ത് പോലും, ഞായറാഴ്ച പോലും പെറുക്കാൻ പോയിക്കൊണ്ടിരിക്കുകയാണോ എന്ന് ചിന്തിക്കുക. ബാക്കിയുള്ളതൊക്കെ നിങ്ങൾ വീട്ടിൽ നിന്നിട്ട് വായിക്കുക. ദൈവം അനുവദിക്കുകയാണെങ്കിൽ ബാക്കി ഇതിൻ്റെ ഭാഗം കുറെ കൂടിയുണ്ട്. അത് നമുക്ക് അടുത്ത ബുധനാഴ്ച ഈ സമയത്ത് കേൾക്കാമെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ മുഖ്യ സന്ദേശത്തിനായിട്ട് പ്രിയപ്പെട്ട പ്രകാശൻ സാർ ഇവിടെ എത്തിയിട്ടുണ്ട്. നമുക്ക് അത് കേൾക്കാം, വചനം കേൾക്കാനായിട്ട് നമ്മളെ തന്നെ സമർപ്പിക്കാം. ഒരു വാക്ക് നമുക്ക് നിങ്ങൾ പ്രാർത്ഥിക്കാം. നിത്യനും വാഴ്ത്തപ്പെടുവാൻ ഞങ്ങൾ സ്വർഗീയപിതാവിന്റെ സമയത്തിനായി നന്ദി പറയുന്നു, സ്തുതിക്കുന്നു. ഞങ്ങളെ തിരുവചനത്താൽ കഴുകണമേ, വിശുദ്ധീകരിക്കണമേ, നന്മകളാലും ഐശ്വര്യങ്ങളാലും നിങ്ങൾക്ക് കേട്ട വചനങ്ങളെ ഒന്ന് ധ്യാനിക്കുക, ഒന്ന് വിലയിരുത്തുക, ഒന്ന് ചിന്തിക്കുക. എൻ്റെ ഓട്ടം എങ്ങോട്ടാണ് എന്നുള്ള ഒരു തിരിച്ചറിവിലേക്ക് ഈ വചന കേൾവി മുഖാന്തരമായി ധ്യാനിക്കുവാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ പരിശുദ്ധ നാമത്തിൽ തന്നെ. ആമീൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.